അങ്ങനെ ഞങ്ങളുടെ നാട്ടിലും ഒരു വലിയ ഷോപ്പിംഗ് മാള് വന്നുട്ടാ. നീ കാണുന്നതാട്ടാ ആ മാള്. നമ്മുടെ തൃശ്ശൂർ കൊട്ടല്ലൂരുള്ള ഹൈലൈറ്റ് മാള്. മാളൊക്കെ വലിയ മാളാണെങ്കിലും എല്ലാ കടകളൊന്നും തുറന്നിട്ടില്ല കേട്ടാ. എന്തായാലും വീട്ടില് വെറുതെ ഇരിക്കുന്ന സ്ഥിതിക്ക് ഞാനും ഡാഡിയും കൂടി പോയിട്ട് നമ്മുടെ ഹൈലൈറ്റ് മാൾ ഒന്ന് കാണാന്ന് വിചാരിച്ചുട്ടാ. ഹൈലൈറ്റ് മാളിന്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ കാണുന്നത് വലിയ വലിയ ഇന്റർനാഷണൽ ബ്രാൻഡുകളൊക്കെ ആട്ടാ. എന്തായാലും മാളിലേക്കൊക്കെ വന്ന സ്ഥിതിക്ക് ഡാഡിക്ക് ഒരു ഷർട്ട് എടുക്കാന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ മാക്സിന്റെ കടയിലേക്ക് കയറിയിട്ടാ. ഞാനൊക്കെ എത്ര നല്ല ഡ്രസ്സ് ഡാഡിക്ക് കാണിച്ചു കൊടുത്താലും ഡാഡിയുടെ കണ്ണ് നേരെ പോണത് ഈ ഓഫറുകളൊക്കെ ഉള്ള ഭാഗത്തേക്കാട്ടാ. ഇപ്രാവശ്യം ഒരു ചേഞ്ചിന് വേണ്ടിയിട്ട് ഡാഡിക്ക് കുറച്ച് ട്രെൻഡി ആയിട്ടുള്ള ഡ്രസ്സൊക്കെ മേടിച്ചു കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ഞാൻ കറപ്പയ്മ കുറെ വെള്ള പുള്ളികളൊക്കെ ഒരു ഷർട്ട് ഡാഡിക്ക് സജസ്റ്റ് ചെയ്തിട്ടാ. ഡാഡിയുടെ മുഖം കണ്ടപ്പോ തന്നെ ഡാഡിക്ക് ആ ഷർട്ട് ഇഷ്ടമായില്ലെന്ന് എനിക്ക് മനസ്സിലായിട്ടാ. എന്തായാലും എനിക്ക് കാണാനുള്ള ഒരു ആഗ്രഹം കൊണ്ട് ഡാഡിനെ കൊണ്ട് ഞാൻ ആ ഷർട്ട് ഇടിപ്പിച്ച് നോക്കിട്ടാ. എന്റെ സെലക്ഷൻ എനിക്ക് നല്ല ഇഷ്ടമായെങ്കിലും എന്റെ സെലക്ഷൻ ഡാഡിക്ക് ഒട്ടും തന്നെ ഇഷ്ടമായില്ല കേട്ടാ. എന്നിട്ട് മാക്സിന്ന് ഒരൊറ്റ ഡ്രസ്സ് പോലും മേടിക്കാണ്ട് ഞങ്ങൾ നേരെ പോയത് ഹൈലൈറ്റ് മോളിന്റെ ഏറ്റവും താഴത്തെ ഫ്ലോറുള്ള ലുലുവിന്റെ സൂപ്പർ മാർക്കറ്റിലേക്ക് കേട്ടാ. സാധാരണ ഞാനും ഡാഡിയും തമ്മിൽ തല്ലുണ്ടാവുന്നത് ഇതുപോലെ സൂപ്പർ മാർക്കറ്റിലേക്ക് ഷോപ്പിങ്ങിനൊക്കെ പോകുമ്പോഴാട്ടാ. അപ്പൊ പതിവൊന്നും തെറ്റിക്കാണ്ട് സൂപ്പർ മാർക്കറ്റിന്റെ ഉള്ളിൽ വെച്ച് ഞങ്ങൾ ഇന്നും തല്ലുകൂടിയിട്ടാ. തല്ലൊക്കെ കൂടുമ്പോ ഡാഡി എന്നെ കുറെ ചീത്ത പറയെങ്കിലും എനിക്ക് എന്റെ ഡാഡിനെ ഭയങ്കര ഇഷ്ടമായ കാരണം ഞാൻ ചീത്തയൊന്നും പറയില്ല കേട്ടാ. അതിന് പറയും ഞാൻ ഡാഡിക്ക് ഒരു പിച്ച് കൊടുക്കാറുണ്ട് കേട്ടാ. ഞങ്ങൾ തല്ലുകൂടിയ കാരണം ഡാഡി എനിക്ക് തിന്നാനായിട്ട് എന്റെ ഫേവറേറ്റ് സാധനങ്ങളൊന്നും മേടിച്ചെന്നില്ല കേട്ടാ. അറ്റ്ലീസ്റ്റ് ഒരു ഷവർമ പോലും മേടിച്ചെന്നില്ല കേട്ടാ. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോ ഞങ്ങൾ ആ ഷോപ്പിംഗ് മാളിൽ നിന്ന് ഇറങ്ങി പോയിട്ടാ. അപ്പൊ എന്നിട്ട് തേങ്ങയില് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാട്ടാ.